അപ്പോ നിങ്ങളോടായി പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ മുന്നോട്ട് വരുന്നതാണ്. അപ്പോ ഇവൻ ടോക്കിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അനുബന്ധത്തിന്റെ വിഷയം നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വില്ലൻ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്രയും വലിയൊരു കൊലപാതകം, ക്യാമ്പസിലൊരു കൊലപാതകം നടന്നിട്ട് സംസാരിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സിദ്ധാർത്ഥ് പൂക്കോട് വെറ്റിനറി കോളേജിൽ വെച്ച് അതിദാരുണമായിട്ട് ഒരു പറ്റം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ അതിദയനീയമായി 3 ദിവസം അടിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമ്പസിലെ അക്രമ രാഷ്ട്രീയത്തിനോട് നമുക്ക് ഒരിക്കലും ക്യാമ്പസിൽ അക്രമം കാണിക്കാനല്ലല്ലോ പോകുന്നത്. ക്യാമ്പസിൽ രാഷ്ട്രീയം തന്നെ വേണമെന്ന് സാധാരണക്കാരായ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷെ ഈ കാലത്ത് അരാജകത്വം വാഴുന്ന ഈ ഒരു സമയത്ത് ക്യാമ്പസിലൂടെ രാഷ്ട്രീയം അല്ലെങ്കിൽ യുവാക്കളിലും യുവതികളിലും ഒക്കെ രാഷ്ട്രീയം തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഏറിയ യുവാക്കളും ഏറിയ പങ്കും ഇന്ന് രാഷ്ട്രീയത്തിനോട് യാതൊരുവിധ ആഭിമുഖ്യവും ഇല്ലാത്ത വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തില് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം എന്തായാലും വേണം. അതിനെയാണ് നമ്മുടെ നിലപാട്. പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് ഏകാധിപത്യം ഈ ഒരു കാര്യത്തിലേക്ക് നമുക്കൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയും ഈ ക്യാമ്പസിലുള്ള രാഷ്ട്രീയവും കൂടുതലും ലഹരികളുടെ പുറത്താണ്. MDMA, കഞ്ചാവ്, ഇത്തരം ലഹരികളുടെ ഒരു വിൽപ്പന ചരക്കിനും അത് സെയിൽ ചെയ്യാനുള്ള ഒരു വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ SFI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സംഘടനയാണ്. പക്ഷെ അത് മൂല്യച്യുതി സംഭവിക്കുന്നുണ്ടോന്ന് അതിന്റെ പാർട്ടി തന്നെ ഇപ്പോൾ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൂടുതലായിട്ട് അവര് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ പഠിക്കുകയും മുന്നോട്ട് വരുന്ന കുട്ടികൾ എത്തരത്തിലുള്ള ആൾക്കാരാണെന്നും ആ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടുന്ന ഉതകുന്ന രീതിയിൽ പോവുകയും ഇത്തരത്തിലുള്ള കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരികയും ഈ സംഘടനാ തലത്തിൽ അവരെ ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവണതകളിലേക്ക് മുന്നോട്ട് പോകാൻ നീക്കാതെ ആ ഒരു ഏകാധിപത്യത്തിലേക്ക് പോവാതെ അവരുടെ ആ ത്രിവർണ തൂവെള്ള കൊടിയിൽ പറയുന്ന സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം, അതിന്റെ അർത്ഥം അറിയാത്ത ആൾക്കാരാണ് ഇന്ന് ഏറിയ പങ്കും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും എന്താണ് ഏകാധിപത്യം ഈ വെറ്റിനറി കോളേജിലാണെങ്കിലും മറ്റു പല കോളേജുകളിലും മറ്റൊരു പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവരുടെ മുഷ്കും ഇവരുടെ രീതിയിലുള്ള ആ ഒരു ശക്തി പ്രകടനവും കാണിക്കുന്നത് അതല്ല ശക്തി. എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പേരിലും ഇപ്പൊ MSF ആയാലും ശരി, KSU ആയാലും ശരി, എല്ലാവരിലൂടെയും പ്രവർത്തിച്ച് അവിടെ കയറുന്നതാണ് ശക്തി എന്ന് ഇവർ തിരിച്ചറിയേണ്ടതാണ്. അല്ലാതെ ഒന്നിനെ ഇല്ലാതാക്കി ഏകാധിപത്യം തുടരുകയും ഫാസിസം, ശരിക്കും പറയേണ്ടത് ഫാസിസം ഇതാണ്. ഫാസിസം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ഫാസിസത്തിന്റെ ലെവലിലേക്ക് പോവുകയും ഏകാധിപത്യത്തിന്റെ രീതിയിലേക്ക് പോവുകയും ഈ കയ്യൂക്കിന്റെ രീതിയിലേക്ക് പോകുകയും ലഹരിയുടെ ഈ ഒരു അടിമകളായി മാറുകയും ചെയ്യുന്ന ആ ഒരു പ്രവണതയോട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ നമ്മളൊക്കെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ചായവുള്ള ആൾക്കാരാണെങ്കിലും അടിമകളല്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ തെറ്റുകൾ കാണുന്നവരും തെണ്ടിത്തരങ്ങൾ കാണുന്നവരും അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇത്തരം തെണ്ടിത്തരങ്ങളെ നമ്മൾ ഏത് പ്രസ്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെതിരെ നമ്മൾ സംസാരിക്കുകയും അതിന് തല പോയാൽ പോലും നമ്മളെന്താണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നമ്മൾ പറയാനും യാതൊരു മടിയുമില്ല. പിന്നെ ഇതില് യൂണിറ്റ് സെക്രട്ടറിയും അല്ലാത്ത പല ആൾക്കാരും SFIന്റെ പല പ്രമുഖ ആൾക്കാരും ഇതിൽ പ്രതികളാണ്. അപ്പോ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ
ആ അച്ഛൻ പറയുന്നുണ്ട്, ആ അച്ഛന്റെ അമ്മേന്റെ ആ കണ്ണീര് ഒരിക്കലും ഒരുപാട് ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ ഗ്രാമ പഞ്ചായത്ത് അങ്ങനത്തെ പല കാര്യങ്ങളും അതിനോട് സമമായിട്ടുള്ള, അതിനോട് സമമോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രവൃത്തി ഒരുപാട് ഒരു പറ്റം വിദ്യാർത്ഥികള് എന്താണ് അവരൊക്കെ പറയാന്. ഞാനൊക്കെ 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, എങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ലെങ്കിലും പേടിയുണ്ടെങ്കിലും ഒരു വീഡിയോ എടുത്തെങ്കിലും പ്രചരിപ്പിക്കും. ആ ഓൺ ദ സ്പോട്ടിൽ ആരെങ്കിലും അറിയിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്തും നമ്മൾ പോലീസിനെ വിളിച്ചിട്ടും പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരം 130 കുട്ടികൾ അവിടെ ഇവരൊക്കെ മുഖത്ത് തുപ്പാനാണ് തോന്നുന്നത്. നായ്ക്കള് ഇത്രയും ഇവരൊക്കെ മുന്നോട്ട് എന്തിനാണ് ഇവരൊക്കെ മുന്നോട്ട് എന്ന് പറയാനേ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ ഇത്രയും ഇങ്ങനത്തെ ഇത്തരം യുവാക്കളൊക്കെ നാടിന് ശാപമാണ്. ഇവരൊക്കെ എന്തെന്നാ പറയാ, മൃഗി മൃഗത്തിന്റെ ആ ഒരു രീതിയിൽ പോലും പറയാൻ പറ്റൂല. മൃഗങ്ങൾ ഇതിനെക്കാട്ടിൽ എത്രയോ നല്ല ആൾക്കാരാണ്, നല്ല നല്ല രീതിയിൽ പോകുന്നതാണ്. അവര് പോലും ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അപ്പൊ അത്രയും 130 ശവങ്ങളെന്നേ അവരെ പറയാൻ പറ്റും. അതുകൂടാതെ 18ാം തീയതി വേറൊരു പെൺകുട്ടി പരാതിയും കൊടുക്കുന്നു. ആ പെൺകുട്ടീനൊക്കെ എന്താണ് പറയാ, അമ്മ നമ്മൾ ഈ ദൈവത്തിന്റെ സങ്കല്പത്തിലൊക്കെ സ്ത്രീകളെ സങ്കല്പിക്കുന്ന രാജ്യമാണ്. പക്ഷെ പറയേണ്ട ആവശ്യമില്ല, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ചിന്താഗതിയുള്ള ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പൊ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ ഈ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇനി പഠിക്കാനും മുന്നോട്ട് അവർ എത്തരത്തിലായിരിക്കും. എന്താണ് ആ അമ്മയുടെയും ആ അമ്മ വെച്ചു കൊടുത്ത, ആ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ അമ്മ വെച്ചു കൊടുത്ത ചോറും മറ്റുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട്, ആ അന്നം കഴിച്ചിട്ട് ആ കുട്ടിയെ തന്നെ, ആ കുട്ടിയുടെ വീട്ടിൽ അവർ അത്രയും പോവുകയും ക്ലാസ്മേറ്റ് ആവുകയും ഒരു ബെഡിൽ കിടക്കുകയും ഒരു പായൽ ഉണ്ടുകയും ചെയ്ത ആ രീതിയിൽ ചെയ്ത ഈ ചെറ്റകൾക്ക് ഈ കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മനസ്സ് എത്രത്തോളം ഉണ്ടാവും. അതാ പറഞ്ഞത്, ലഹരികളുടെ പുറത്തായിരിക്കാം, അല്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു യുവതയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഏറിയ പങ്കും ആ രീതിയിലേക്കാണ്. അപ്പൊ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ സർക്കാർ തലത്തിൽ നിന്നായാലും ഏത് കാര്യത്തിലായാലും ഇതിന്റെ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലുള്ള വീണ്ടും ഒരുപാട് ക്യാമ്പസുകളിൽ വീണ്ടും ഇതേപോലെയുള്ള രാഷ്ട്രീയങ്ങളും അക്രമങ്ങളും വരും. അതുകൊണ്ട് ഇതിൽ തെറ്റ് ചെയ്തവരെ നല്ല ശിക്ഷ തന്നെ ഏറ്റവും വലിയ പരമോന്നത കോടതി നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകുകയും വേണം. അതേപോലെ തന്നെ മുന്നോട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ ക്യാമ്പസുകളിൽ വേണം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള ഏകാധിപത്യത്തിന്റെ രീതിയിലുള്ള രാഷ്ട്രീയമല്ല വേണ്ടത്. ഏത് ക്യാമ്പസ് ആയാലും ശരി, അവിടെ എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള പാർട്ടികളുടെയും പോഷക സംഘടനകൾക്ക് മത്സരിക്കാനുള്ള കാര്യങ്ങൾ അതാത് ക്യാമ്പസുകളിൽ വേണം. അല്ലാതെ SFI മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. SFI മാത്രം ഇങ്ങനത്തെ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് ക്യാമ്പസുകളിൽ ഇത്തരം റാഗിങ് മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംഘടനകൾ ഉണ്ടാവുന്നത്. എന്താ പറഞ്ഞാൽ പേടിയില്ലാതെ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടാനുള്ള ഒരു ക്യാമ്പസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം ഓരോ ക്യാമ്പസിലും വേണ്ടത്. അല്ലാതെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടായിരിക്കണം അവകാശം ധ്വംസിക്കുന്നുണ്ടെങ്കിലും അവകാശത്തിനായിട്ട് വേണം ഇങ്ങനെ ക്യാമ്പസുകളിലും മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾ. അല്ലാതെ വിദ്യാർത്ഥികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ സംഘടനകളായിട്ട് ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ മാറാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അപ്പൊ അതിന് ശക്തമായ നടപടി തന്നെ ഇതില് ഇടപെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുകയും പിന്നെ ആ ക്യാമ്പസിലെ അധ്യാപകന്മാര് ഒരുപാട് ആൾക്കാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ശക്തമായ നിയമ നടപടി തന്നെ നൽകുകയും അവരെ പുറത്താക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്താണെന്നുണ്ടെങ്കിൽ ഓരോ പേരും ഇതിൽ ഇറങ്ങിത്തിരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാരും ഇതിനെതിരെ അനിരുദ്ധിന് ഇനി എന്തായാലും എന്തായാലും തിരിച്ചു തരൂല. പക്ഷെ
അതിന് ശക്തമായ നിയമ നടപടി വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഇതിൽ ഇറങ്ങിത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ നമുക്ക് വരുന്നുണ്ട്. സുരേഷ് ഗോപി ലുർദ് മാതാവിന് ചെമ്പ് കൊടുത്തത്, ലുർദ് മാതാവിന് ചെമ്പ് കൊടുത്ത സുരേഷ് ഗോപി, ആ ഒരു വിഷയത്തിലാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പൊ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു.